ലക്നൗ എന്ന് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ ലക്നൌവിൽ അതിന് അത്രയൊന്നുമില്ല എന്ന് വ്യക്തമാക്കുന്നു. 50,000 വോട്ട് എന്നത് തോൽവിക്ക് തുല്യമായ, തോൽവിക്ക് അയ്യൊപ്പു ചാർത്തിയ വിജയം എന്നേ പറയാനാവൂ. വിജയിച്ചിട്ടില്ല. ലീഡിംഗ് മാത്രമേ ഉള്ളൂ. 58,654 വോട്ടിന് ലീഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 4 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. നായിഡുവിന് ഇന്ത്യ സഖ്യത്തിന്റെ വാഗ്ദാനം ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവിയും പ്രത്യേക പാക്കേജും. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി. ആറ്റിങ്ങലിൽ ലീഡ് കുറയുന്നു. ആറ്റിങ്ങലിൽ വിജോയുടെ ലീഡ് കുറഞ്ഞു. 2093. രാജീവ്, എനിക്ക് പറയാനുള്ളത് ഇപ്പം ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യ സഖ്യം. നിതീഷ് കുമാറിന് ഉപപ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ ഇതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് 2 ദിവസം മുമ്പാണ് ചാമ്പ്യൻസ് ലീഗിൽ റിയൽ മാഡ്രിഡ് ജേതാക്കളായത്. പിറ്റേ ദിവസം കെയ്ലിയൻ എംബാപ്പെ പാരീസിൽ നിന്ന് പോയി പെട്ടിയെടുത്ത് നേരെ റിയൽ മാഡ്രിഡിൽ ചേർന്നു. കെയ്ലിയൻ എംബാപ്പെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കെയ്ലിയൻ എംബാപ്പയായി മാറുക ചന്ദ്രബാബു നായിഡു ആണോ ഓർ നിതീഷ് കുമാർ? രണ്ടുപേരുമാകുമോ എന്നേ അറിയാനുള്ളൂ ഷൈജു. രണ്ടുപേരുമാകുമോ എന്നതുകൂടി അറിയാനുണ്ട്. ഈ നിമിഷം എന്തും സംഭവിക്കാം, എന്തു വാഗ്ദാനങ്ങളും വരാം. ആരും എങ്ങോട്ടും മാറാം. വേലിപ്പുറത്തിരുന്ന് ശീലിച്ചവരാണ്. എങ്ങോട്ടും മാറാം. പ്രത്യയശാസ്ത്ര ശാഠ്യങ്ങൾ അനാവശ്യമെന്ന് സ്വയം നിശ്ചയിച്ചവരാണ്. ആർക്കൊപ്പവുമാകാം. ഓരോ നിമിഷവും പുതിയ സാഹചര്യങ്ങൾ, പുതിയ വാഗ്ദാനങ്ങൾ, പുതിയ സമീപനങ്ങൾ. BJP-യുമായിട്ട് ചേരാത്ത വളരെ ചുരുക്കം കക്ഷികളെ ഉള്ളൂ രാജ്യത്ത്. RJD പോലെയുള്ള വളരെ ചുരുക്കം കക്ഷികൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കോൺഗ്രസ് പോലെയുള്ള വളരെ ചുരുക്കം കക്ഷികൾ മാത്രമേ ഉള്ളൂ. ഈ ചന്ദ്രബാബു നായിഡു ആണെങ്കിലും ഈ നിതീഷ് കുമാർ ആണെങ്കിലും എത്രയോ തവണ ഇവരുമായിട്ട് അവിടെ കൂട്ടുകൂടും, ഇവിടെ കൂട്ടുകൂടും, ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാഷ്ട്രീയ നിലപാട് അലക്കിയെടുക്കുന്ന വാഷിംഗ് മെഷീനുകൾക്കിടയിൽ കിടന്ന് ഓടുന്ന നേതാവാണ് നിതീഷ് കുമാർ. നിതീഷ് കുമാറിന്റെ പ്രൊഫൈൽ ഒന്ന് തപ്പി നോക്കണം. നമുക്ക് കാണാതെ ഓർത്തു വെക്കാൻ പറ്റില്ല. അദ്ദേഹം എത്ര തവണ അങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വന്നു എന്ന് 4, 5, 6 തവണയായി. ഓർത്തു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തും സംഭവിക്കാം. ഫൈനൽ ഡിജിറ്റ് വരണം. ആ ഡിജിറ്റിലാണ് പിന്നീട് കളി. ആശാന്റെ നെഞ്ചത്തും കളരിക്ക് പുറത്തും ഒരുപോലെ കളിക്കുന്നവർ എന്തുമാകാം, എന്തും കാത്തിരിക്കുന്നു. 90കളിലെ അനിശ്ചിതത്വം ഒരു വട്ടം കൂടി ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് കടന്നപ്പോൾ P. വസന്ത് നേരത്തെ പറഞ്ഞത് ഇനി ഉറക്കമില്ലാത്ത ദിവസങ്ങൾ.